കൊച്ചിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം നടുറോഡിൽ കണ്ടെത്തി. പനമ്പിള്ളി നഗറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ എറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. ഉമേഷ് ചേരുകയാണ്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഉമേഷ് പറയുകയുണ്ടായി, ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമായ ഒരു കാര്യം സൂചിപ്പിച്ചു. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാം. അതിൽ കൃത്യമായി വ്യക്തമാണ് കുഞ്ഞിനെ താഴേക്ക് എറിയുന്നതടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉമേഷ്, അതെ ആദര, കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതും അതേസമയം വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് കുഞ്ഞിനെ ഈ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് എറിയുന്നതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് വിവരങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്, ഈ ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഈ മൃതദേഹം കിടക്കുന്നത് നമുക്ക് കാണാം. രാവിലെ 8:15 ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഈ കാണുന്ന റോഡിന് നടുവിൽ, പനമ്പള്ളി നഗറിലെ വിദ്യാനഗർ എന്ന് പറയുന്ന സ്ഥലത്തെ റോഡിന് നടുവിൽ ഈ മൃതദേഹം കണ്ടെത്തിയത്. അത് തൊട്ട് സമീപത്തുള്ള ഫ്ലാറ്റ്, ഇതിന് തൊട്ടരികിൽ തന്നെ ഒരു ഫ്ലാറ്റുണ്ട്. ആ ഫ്ലാറ്റിൽ നിന്ന് മൃതദേഹം ഇവിടേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അത് ഏത് ഫ്ലാറ്റിൽ നിന്ന് എറിഞ്ഞു, ആരാണ് എറിഞ്ഞത്, കൊലപ്പെടുത്തിയ ശേഷമാണോ താഴേക്ക് എറിഞ്ഞത്, അതോ എറിഞ്ഞു കൊലപ്പെടുത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അന്വേഷിച്ച വിവരങ്ങൾ പുറത്തു വരേണ്ടത്. ഏതായാലും അതിദാരുണമായ സംഭവമാണ്. ഇന്ന് രാവിലെ 8:15 ഇവിടെ ഈ ഭാഗത്ത് വന്നിരുന്ന ശുചീകരണ തൊഴിലാളികളാണ് ഇങ്ങനെ ഒരു സംശയാസ്പദമായ രീതിയിൽ ഇത്തരത്തിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. പിന്നീട് മൃതദേഹമാണെന്ന് ബോധ്യപ്പെടുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് പോലീസ് എത്തി ഈ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലടക്കം പരിശോധന നടത്തിയിരിക്കുന്നത്. ഇവിടെ മൊത്തം എത്ര ഫാമിലീസ് ഉണ്ട് താമസിക്കുന്നുണ്ടെന്നാണ് നമുക്ക്? ഇവിടെ ഒരു 30-something ആണ് നമ്മുടെ കണക്ക് കിട്ടിയേക്കണം. ചിലപ്പോൾ മാറി മാറി വരും. ആൾക്കാർ പോയിട്ട് പിന്നെ വന്ന് താമസിക്കുന്ന അങ്ങനെയൊക്കെ വരും. നിലവിലിപ്പോൾ അങ്ങനെയില്ല. പ്രഗ്നന്റ് കിട്ടിയത് പരിസരത്ത് ഉണ്ടായിരുന്നതൊക്കെ ഡെലിവറി കഴിഞ്ഞു. 21 ഫ്ലാറ്റ് അല്ലേ? 21 കാലിയായിട്ടുണ്ട്. കുറച്ച് 3 ഉള്ള കാലിയായിട്ടാണ്. 3 ഫ്ലാറ്റ് കാലിയായിട്ടുണ്ടെന്ന്. ചിലടത്ത് ചിലപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കും അവിടെ പൂട്ടിയിട്ടേക്കണായിരിക്കും. പോളിയോനും ഇതിനൊക്കെ ഈ ഫ്ലാറ്റിൽ നിന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഇവിടെ നമ്മൾ അന്വേഷിച്ചതാണ്. ഇവിടെ വന്നായിരുന്നു. അതാ രജിസ്റ്റർ ചെയ്യണത്. ചിലർ നമ്മൾ അറിയിച്ചില്ലെങ്കിൽ, പ്രഗ്നൻ്റ് ആണ് പറഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ. അറിയിച്ചില്ലെങ്കിൽ അറിയാൻ പാടില്ല. അതറിയാൻ പാടില്ല. നമുക്ക് കിട്ടൂല. അവരെവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തെ PHSയിൽ കിട്ടുള്ളൂ. നമുക്ക് കിട്ടൂല. നമുക്ക് നമ്മുടെ ഏരിയയില മാത്രം. ഞാനിപ്പോൾ ഒന്ന് ശാന്തി നിലയിൽ ഒന്ന് കയറിയിട്ട് വരാം. പ്രദേശത്തെ കൗൺസിലർ ആന്റണി പൈനത്തുറ കൂടെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് എപ്പോഴാണ് ഈ സംഭവം എന്നാണ് പറയുന്നത്? രാവിലെ 8 മണി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയണത്. ഒരു കുട്ടി വീണ് കിടക്കുന്നത് ഇവിടെ ശുചീകരണ തൊഴിലാളികളായിട്ട് പാസ് ചെയ്ത് പോയി. അപ്പോൾ ഡ്രൈവർ ആദ്യം അവരോട് തന്നെ പറഞ്ഞു. അവർ ബാക്കിയുള്ളവരോട് സംസാരിച്ചിട്ടാണ് ഇവിടെ ആൾ കൂടിയത്. പോലീസെത്തി വീഡിയോ പരിശോധിച്ചപ്പോൾ മുകളിൽ നിന്ന് വീഴുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ 21 ഫ്ലാറ്റുകളുടെ ഇതാണ്. അതിൽ ഒരു 2-3 ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെയുള്ള ആരും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിൽ ആരും വന്ന് ചെയ്താണെന്ന് സംശയമുണ്ട്. പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ 21 വീടാണ്. അതിൽ 3 ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ഗർഭിണികൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആശാവർക്കറാണ് ഇപ്പോൾ വന്നത്. ആശാവർക്കർ ലിസ്റ്റിൽ അങ്ങനെ ആരെയും രേഖപ്പെടുത്തിയിട്ടില്ല, രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. തൊട്ടടുത്ത ഏതെങ്കിലും സെർവൻസ് ആരെങ്കിലും വന്നവർ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളത് ഈ 3 ഫ്ലാറ്റുകൾ ഒഴിഞ്ഞിടക്കേണ്ടത് മാത്രം പരിശോധന നടക്കുന്നത്. ബാക്കി എല്ലാ വീട്ടിലും പോലീസിൽ നിന്ന് അന്വേഷിച്ച് കഴിഞ്ഞു. ഈ റോഡിൻ്റെ ഭാഗത്തേക്ക് തുറന്നു നിൽക്കുന്ന ബാൽക്കണികളിടത്താണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് വീഴുന്നതായിട്ട് കാണുന്നു. പക്ഷേ ഏത് ഫ്ലോറിൽ നിന്ന് കാണാൻ പറ്റാത്ത ചെടിയുടെ ഇടക്കൂടി വീഴുന്നുണ്ട്. എവിടെ നിന്നാണെന്ന് കറക്റ്റ് ചെയ്തിട്ട് അറിയില്ല. ഒരു കൊറിയർ വന്ന പോലത്തെ ഒരു പാക്കറ്റിൻ്റെ അകത്താണ് ഇവർ ഇട്ടേക്കുന്നത് താഴത്തേക്ക്. ഒഴിഞ്ഞു കിടക്കുന്ന വീടുന്നായിരിക്കാം അല്ലേ? ആയിരിക്കാം. അതിനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം മറ്റ് വീടുകളിലൊക്കെ ചോദിച്ചു, അവർക്കാർക്കും അറിയില്ല. പിന്നെയുള്ള സംശയം ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ആരെങ്കിലും എടുത്തിട്ടാണെന്ന് സംശയമുണ്ട്. അതാണ് കൗൺസിലർ അടക്കം വ്യക്തമാക്കി. അതായത് ആകെ 21 വീടുകളാണ് ഈ കാണുന്ന ഈ അപ്പാർട്ട്മെൻറ്റിൽ ഉള്ളത്.
അതിൽ 3 വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്ന നിലയിലാണ്. ബാക്കിയുള്ള വീടുകൾ ഉള്ളവരാരും ഇത്തരത്തിൽ ഗർഭിണികളായവരോ അങ്ങനെയൊന്നും ഇല്ല. അല്പം മുമ്പ് ആശാവർക്കറായിരുന്നു ഇതിനു മുൻപ് സംസാരിച്ചത്. അവർ അക്കാര്യം വ്യക്തമാക്കിയതുമാണ്. അവരെല്ലാവരെയും പോലീസ് ഇപ്പോൾ നേരിൽ കണ്ട് മൊഴിയെടുത്തു. അവർക്കാർക്കും ഇത് സംബന്ധിച്ച ഇത്തരത്തിലൊരു കുഞ്ഞിൻ്റെ കാര്യം സംബന്ധിച്ച അറിവും ഇല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. അപ്പോൾ പിന്നെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റിൽ വെച്ചായിരിക്കാം, ആ ഫ്ലാറ്റിൽ നിന്നായിരിക്കാം ഇത്തരത്തിൽ കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞത്. ഇത്തരത്തിൽ കൊറിയർ ലഭിക്കുന്നത് പോലുള്ള ആ പാക്കറ്റിലാണ് ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ മൃതദേഹം, അതല്ലെങ്കിൽ കുഞ്ഞിനെ ജീവനോടെയാണോ കൊലപ്പെടുത്തിയ ശേഷമാണ് താഴേക്ക് എറിഞ്ഞതെന്ന് സംബന്ധിച്ച വ്യക്തത ഇപ്പോഴുമില്ല. ഏതായാലും ഒരു കൊറിയർ പാക്കറ്റിനകത്താക്കിയാണ് ഈ താഴേക്ക് കുഞ്ഞ് വന്ന് വീഴുന്നതായുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഒരുപക്ഷെ ഈ സൂചിപ്പിച്ചതുപോലെ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ഒരുപക്ഷെ ഇത്തരത്തിൽ ചെയ്തതാകാം. ഏതായാലും ഇവിടെ താമസിക്കുന്നവർക്ക് അത് സംബന്ധിച്ച വ്യക്തതയില്ല. 3 ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് സംബന്ധിച്ചാണ് ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നത്. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.